നമസ്കാരം. കേരളത്തെ നടുക്കിയ വാഹനാപകടമായിരുന്നു വാൽപ്പാറയിലേത്. മലപ്പുറം പാങ് പാറമ്മൽ GLP സ്കൂളിൽ നിന്നുള്ള സംഘം യാത്ര ചെയ്ത വാൻ മറിഞ്ഞ് 9 പേരാണ് മരിച്ചത്. അപകടത്തിൽ മരിച്ചവർ അധ്യാപകർ അടക്കം 7 പേർ സ്ത്രീകളാണ്. ഒരു അധ്യാപകന്റെയും ഒരു കുട്ടിയുടെയും ജീവനുകളാണ് ഒപ്പം പൊലിഞ്ഞത്. 4 പേർ പരുക്കുകളോടെ ചികിത്സയിലുമാണ്. ഇപ്പോൾ വാഹനാപകടത്തിന് പിന്നിലെ കാരണങ്ങൾ പുറത്തുവരികയാണ്. പ്രധാനമായും ഡ്രൈവറുടെ പരിചയക്കുറവ് തന്നെയാണ് അപകടത്തിന് കാരണമെന്നാണ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ. അപകടത്തിൽപ്പെട്ട വാഹനത്തിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്രൈവറുടെ അമിത ബ്രേക്ക് ഉപയോഗമാണ് അപകടത്തിന് കാരണമായത്. മോശം കാലാവസ്ഥയോ കാഴ്ചക്കുറവോ ഇല്ലാത്ത സമയത്ത് തന്നെയാണ് വാഹനാപകടം നടന്നിരിക്കുന്നത്. തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നു. അപകട സമയത്ത് വാഹനം ഓടിച്ചത് വാൻ ഡ്രൈവർ അല്ലെന്നും യാത്രാ സംഘത്തിലുണ്ടായിരുന്ന സ്കൂൾ ഡ്രൈവർ നൌഷാദ് ആണെന്നുമാണ് പ്രാഥമിക വിലയിരുത്തൽ. ഗുരുതര പരിക്കുകളുമായി നൌഷാദ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നൌഷാദിന്റെ മൊഴി എടുത്ത ശേഷമാകും ഈ കാര്യത്തിൽ സ്ഥിരീകരണം നടത്തുക. 16-ാം വളവിലാണ് ഇവർ സെൽഫി എടുക്കാൻ വാഹനം നിർത്തിയത്. വാൻ ഡ്രൈവർ മുഹമ്മദ് ഹാഫിസിന് പകരം നൌഷാദാണ് അപ്പോൾ വാഹനം ഓടിച്ചത്. ഗുരുതര പരിക്കുകളുമായി മുഹമ്മദ് ഹാഫിസും കോയമ്പത്തൂരിൽ തന്നെ ചികിത്സയിലാണ്. അപകടത്തിൽ നിന്നും പരിക്കുകളോടെ രക്ഷപ്പെട്ട മസ്നീൻ എന്ന കുട്ടി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഈ കുട്ടിയെ ഇപ്പോൾ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടിയുടെ നിലയിൽ ആശങ്കയില്ലെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. അപകടത്തിൽപ്പെട്ട വാൻ 13-ാം വളവിൽ നിന്നും നേരെ വലതുവശത്തേക്കാണ് പോയത്. സംരക്ഷണ ഭിത്തിയിലും പാറക്കെട്ടിലും ഇടിച്ചു. തുടർന്ന് വാൻ പലതവണ മറിഞ്ഞ ശേഷം 9-ാം വളവിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ഇതിനിടയിൽ തെറിച്ചു വീണവരാണ് പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. പെരിന്തൽമണ്ണയിൽ നിന്ന് വാടകയ്ക്കെടുത്ത ടൂറിസ്റ്റ് വാനിൽ ഡ്രൈവർ ഉൾപ്പെടെ 13 പേരാണ് യാത്ര ചെയ്തത്. സ്കൂളിലെ മിക്ക അധ്യാപകരും അപകടത്തിൽ മരിച്ചു. സ്കൂളിലെ കൂട്ടമരണം കുട്ടികളെയും രക്ഷിതാക്കളെയും വലിയ ഷോക്കായിരിക്കുകയാണ്. കുട്ടികൾക്ക് ടീച്ചർമാരെ ഓർത്ത് ഉറക്കം നഷ്ടമായ അവസ്ഥയിലാണ്. അധ്യാപകരെ നന്നായി അറിയുന്ന രക്ഷിതാക്കൾക്കും ദുരന്തം ആഘാതമായിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധികൃതർ കൗൺസിലിംഗ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്.